ദൈവം എന്ന ഏക പിതാവിൻ്റെ മക്കളാണ് നാം ഓരോരുത്തരും. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് മക്കൾ എന്നുള്ള പദവി നൽകിയിട്ടാണ്. ആ സ്ഥാനം അത് വലിയ മഹത്വത്തിൻ്റെ സ്ഥാനമാണ്. മക്കളായതുകൊണ്ടാണ് നമുക്ക് സ്വാതന്ത്ര്യമുള്ളത്. അടിമകളായിരുന്നെങ്കിൽ സ്വാതന്ത്ര്യം ഉണ്ടാകുമായിരുന്നില്ല. അടിമയ്ക്ക് യാതൊരു സ്വാതന്ത്ര്യമില്ല, മക്കൾക്ക് മാത്രമേ സ്വാതന്ത്ര്യമുള്ളൂ. അപ്രകാരം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ദൈവം, പിതാവായ ദൈവം നമ്മെ മക്കൾക്കടുത്ത പദവി തന്ന് നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. ഈ സ്വാതന്ത്ര്യം എന്നുള്ളത് നാം എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിട്ടാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള വിജയവും പരാജയവും അടങ്ങിയിരിക്കുന്നത്. ജീവിതത്തിൽ വിജയിക്കുന്നവർ സ്വാതന്ത്ര്യത്തെ ഉത്തരവാദിത്വത്തോടു കൂടി ഉപയോഗിച്ചവരാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ ഉത്തരവാദിത്വത്തോടു കൂടിയ നിർവഹണം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തെ എപ്പോഴും സമൂഹബന്ധിയായി കണ്ടവരാണ്. എനിക്ക് കൈ വീശാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ ഏത് നിമിഷം ഞാൻ വീശുന്ന കൈ എൻ്റെ അടുത്ത് നിൽക്കുന്നവൻ്റെ മൂക്കത്ത് സ്പർശിക്കുന്നുവോ അവിടെ എൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ പരിധിയാണ്, അവിടെയാണ് എൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ പരിമിതിയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ച് എന്തും ചെയ്യാനുള്ളതല്ല സ്വാതന്ത്ര്യമെന്നും അത് അവരൻ്റെ ഇഷ്ടങ്ങളെയും അവരൻ്റെ സ്വാതന്ത്ര്യത്തെയും മാനിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ഉത്തരവാദിത്വപൂർണ്ണമായി നിർവഹണം എന്ന് മനസ്സിലാക്കി ജീവിക്കുമ്പോഴാണ്. അപ്പോൾ ഒരു രാജ്യത്തെ പൗരൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യത്തെ കാണുന്നത് എപ്പോഴും മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ്. എനിക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതല്ല സ്വാതന്ത്ര്യത്തിൻ്റെ അർത്ഥം. ഞാൻ എൻ്റെ സ്വതന്ത്രമായ തീരുമാനങ്ങളുടെ നിർവഹണം നടത്തുമ്പോൾ ആ സ്വതന്ത്രമായ തീരുമാനങ്ങളുടെ നിർവഹണത്തിൻ്റെ ഫലമായി മറ്റുള്ളവർക്ക് അത് നന്മയാണോ മറ്റുള്ളവർക്ക് ദോഷമാണോ വരുത്തുന്നത് എന്നതിനെ ആശ്രയിച്ചിട്ടാണ് സ്വാതന്ത്ര്യത്തിൻ്റെ ഉത്തരവാദിത്വപൂർണ്ണമായ നിർവഹണം. ഫ്രീഡം എന്ന് പറയുന്നത് സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ച് എന്തും ചെയ്യാനുള്ളതാണ്. ലിബർട്ടി എന്ന് പറയുന്നതോ സ്വന്തം അവകാശങ്ങളുടെ മേലുള്ള അനിയന്ത്രിതമായ നിയന്ത്രണങ്ങളുടെ അഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫ്രീഡമുണ്ട്, നമുക്ക് ലിബർട്ടിയും വേണം. ഈ ലിബർട്ടി ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ആ നിയന്ത്രിതമായ ഉപയോഗത്തിന് വേണ്ടിയിട്ടാണ്. അനിയന്ത്രിതമായ ഉപയോഗങ്ങളാണ് അപകടങ്ങൾ വലിച്ചു വരുത്തുന്നത് അല്ലെങ്കിൽ ക്ഷണിച്ചു വരുത്തുന്നത്. അനിയന്ത്രിതമായ സഞ്ചാര സ്വാതന്ത്ര്യം, അനിയന്ത്രിതമായ നമ്മുടെ സംസാര സ്വാതന്ത്ര്യം, അനിയന്ത്രിതമായ നമ്മുടെ പെരുമാറ്റ സ്വാതന്ത്ര്യം, അതെല്ലാം അവരന് ദോഷം വരുത്തുന്നു. അപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ ഉത്തരവാദിത്വപൂർണ്ണമായ നിർവഹണം എന്ന് പറയുന്നത് എൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ വിനിയോഗം അവരെൻ്റെ സ്വാതന്ത്ര്യത്തിന് ദോഷമാകരുത്, അവരെൻ്റെ അവകാശത്തിന്മേലുള്ള കൈകടത്തലാവരുത്, അവരെന്നെ മാനിച്ചുകൊണ്ട്, അവരെന്നെ ഇഷ്ടങ്ങളെ മാനിച്ചുകൊണ്ടും, അവരെൻ്റെ അവകാശങ്ങളെ മാനിച്ചുകൊണ്ടും, അവരെൻ്റെ സ്വാതന്ത്ര്യത്തെ മാനിച്ചുകൊണ്ടും എൻ്റെ സ്വാതന്ത്ര്യം വിനിയോഗിക്കുവാനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് എല്ലാ മനുഷ്യരും എന്ന് കാണുവാനും എല്ലാ മനുഷ്യരുടെയും സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു മാനം അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിൻ്റെ ബഹുമാനം, അവരുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കുക എന്നുള്ളതും നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ ഉത്തരവാദിത്വപൂർണ്ണമായ നിർവഹണം നടത്തുവാനും അങ്ങനെ ദൈവത്തിനും രാജ്യത്തിനും പ്രിയപ്പെട്ടവരായി മാറാനും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു പൗരൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനും രാജ്യത്തിന് പ്രിയപ്പെട്ടവനുമാണ്. രാജ്യത്തിൻ്റെ പ്രിയപ്പെട്ടവൻ എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ ഉത്തമ പൗരനായിട്ട് ജീവിക്കലാണ്. ഉത്തമ പൗരൻ എന്ന് പറയുന്നത് റെസ്പോൺസിബിൾ സിറ്റിസൺഷിപ്പാണ്. റെസ്പോൺസിബിൾ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ ഉത്തരവാദിത്വപൂർണ്ണമായ നിർവഹണമാണ്. അപ്രകാരം രാജ്യസ്നേഹത്തോടുകൂടി ജീവിക്കുന്നവർ ദൈവസ്നേഹത്തിൻ്റെ ഒരു മറുപതിപ്പായിട്ട് മാറുകൂടി ചെയ്യുന്നു. രാജ്യത്തെ സ്നേഹിക്കാനാണ് ദൈവവും ആവശ്യപ്പെടുന്നത്. രാജ്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ നിർവഹണത്തിലൂടെയാണ് ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാനുള്ള വാതിലുകൾ തുറക്കപ്പെടുന്നത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.